നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 21-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച സിൽവർ ലൈൻ പദ്ധതി പുതിയ UDF സർക്കാർ പൂർണ്ണമായിട്ടും റദ്ദാക്കി. ഇന്നലെ ചേർന്ന സുപ്രധാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി VD സതീശൻ ഈ വലിയ പ്രഖ്യാപനം നടത്തിയത്. പദ്ധതിക്കായിട്ട് സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ ഔദ്യോഗിക വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ പേരിൽ വർഷങ്ങളായിട്ട് ഭൂമി വിൽക്കാനോ വാങ്ങാനോ പണയപ്പെടുത്താനോ മകളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കാൻ പോലും കഴിയാതെ സാധാരണക്കാർ വലിയ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും ഈ ജനകീയ പ്രതിസന്ധി കണക്കിലെടുത്താണ് അടിയന്തരമായിട്ടുള്ള തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വിവിധ കോടതികളിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ തന്നെ നിലനിൽക്കുന്ന കേസുകൾ അവയുടെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാനുള്ള ശുപാർശ കോടതിയിൽ സർക്കാർ നൽകും. കൂടാതെ പദ്ധതിയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ പുരയിടങ്ങളിൽ സ്ഥാപിച്ച വിവാദ മഞ്ഞക്കുറ്റികൾ അടിയന്തരമായി തന്നെ നീക്കം ചെയ്യാനായിട്ട് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയതായിട്ടും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ട് നിലവിലുള്ള വിവിധ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുവാനായിട്ട് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. ഇതനുസരിച്ച് വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതിയോടെ കാലാവധി അവസാനിക്കാനിരിക്കുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നടപ്പു വർഷം നവംബർ 30 വരെ നീട്ടി നൽകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച് PSCക്ക് ഔദ്യോഗികമായി തന്നെ ശുപാർശ നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഏറെ നാളത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ചിട്ടും നിയമന ശുപാർശകൾ വൈകുന്നതിനാൽ തന്നെ ആശങ്കയിലായിരുന്ന ഉദ്യോഗാർത്ഥികളുടെയൊക്കെ തന്നെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളും നിവേദനങ്ങളും മുൻനിർത്തിയാണ് മാനുഷിക പരിഗണനയോടുകൂടി സർക്കാർ ഈ അടിയന്തര തീരുമാനത്തിലേക്ക് എത്തിയത്. 3 മാസത്തെ ഈ അധിക സമയം വഴി കൂടുതൽ ഒഴിവുകളിലേക്ക് നിയമനം നടത്താനായിട്ട് സാധിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. ഇതിനു പുറമെ സർക്കാരിൻ്റെ വികസന നയങ്ങളുടെയൊക്കെ തന്നെ തുടർച്ച ഉറപ്പാക്കുന്നതിനായിട്ട് നിലവിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളെ ചുമതലപ്പെടുത്താനും അതിൻ്റെ പുരോഗതി അത് കൃത്യമായിട്ട് വിലയിരുത്താനും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക തീരുമാനമുണ്ടായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ വർഷം 6000 രൂപയുടെ ധനസഹായം ലഭിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇതുകൂടാതെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതായത് KCC വായ്പകൾ, വിവിധ കാർഷിക ലോണുകൾ, അഗ്രികൾച്ചറൽ ഗോൾഡ് ലോണുകൾ, കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട സബ്സിഡി പദ്ധതികൾ, വിള ഇൻഷുറൻസ്, ഭൂമിയുടെ ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾക്കെല്ലാം തന്നെ വേണ്ടിയിട്ട് ഒരു കർഷക ID കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർബന്ധമാക്കിയിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്ന ഈ കർഷക ID എടുക്കൽ, ആ പ്രക്രിയ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ID കരസ്ഥമാക്കുകയാണ് കർഷകർ എല്ലാവരും ചെയ്യേണ്ടത്. നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ അത് കൃഷിഭവൻ മുഖാന്തരമാണ് വെരിഫിക്കേഷൻ നടപടികളൊക്കെ തന്നെ നടത്തുന്നത്. ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ കർഷകന് ഒരു ID ജനറേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. പിന്നീട് കർഷകർക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. കർഷകർ തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ഈ ഒരു രജിസ്ട്രേഷൻ നടപടി നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടതാണ്. 2026 മെയ് മാസം 30-ന് മുൻപായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇനി വരുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. നിലവിൽ PM കിസാൻ്റെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കാൻ ചിലപ്പോൾ ഇളവുകൾ നമുക്ക് അനുവദിച്ചേക്കാം. എന്നാൽ അതിനുശേഷം ഈ ഒരു ID ഇല്ലെങ്കിൽ ഭൂരിഭാഗം ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇത്തരം പദ്ധതികളിൽ ഒന്നും അംഗമല്ലാത്തവരാണെങ്കിൽ പോലും സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കർഷക ID എടുക്കേണ്ടതാണ്. എല്ലാ കൃഷിഭവനുകളിലും ഇപ്പോൾ ഇതൊരു പ്രധാന അറിയിപ്പായി തന്നെ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാ കർഷകരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും വേഗം തന്നെ ID എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുകയാണ്.
അതായത് ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ മുൻഗണന നൽകിക്കൊണ്ട് നടപ്പിലാക്കുമെന്ന ശക്തമായ ഉറപ്പാണ് ഈ സമയത്ത് നമുക്ക് UDF സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപയും ഇതുകൂടാതെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പദ്ധതിയും തടസ്സമില്ലാതെ തുടരുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജോലി തേടുന്ന യുവാക്കൾക്കും അതോടൊപ്പം തന്നെ നൈപുണ്യ കോഴ്സുകളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്യുന്നവർക്കുമുള്ള 1000 രൂപയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്തയാഴ്ച മുതൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ധനസഹായത്തിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. അതായത് വരുന്ന 25-ാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുക. ഇതിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുക സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വിവിധ ക്ഷേമോദി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നതാണ്. എന്നാൽ കണക്ട് വർക്ക് സ്കോളർഷിപ്പിൻ്റെ വിതരണ തീയതി പിന്നീട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി ഇത്തരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ വരുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ പുതിയ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് കമൻറ്റ് ബോക്സിലൂടെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ നിലവിൽ പ്രത്യേകിച്ച് യാതൊരുവിധ രേഖകളും ആരും തന്നെ ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്നും നിലവിലുള്ളവർക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പദ്ധതികളിലേക്ക് പുതുതായിട്ട് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കും, വിധവകളായിട്ടുള്ളവർക്ക് ആ രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്കും, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും ഒക്കെ തന്നെ സമർപ്പിക്കാൻ സാധിക്കും. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിൽ 35 വയസ്സിനും അതോടൊപ്പം തന്നെ 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള നിലവിൽ ജോലിയൊന്നും ലഭിക്കാത്ത നൈപുണ്യ കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്ന യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനായിട്ട് കുടുംബ വാർഷിക വരുമാനം അത് 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മാത്രം മതിയാകും. ചുരുക്കത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് യാതൊരുവിധ തടസ്സവുമില്ലാതെ അടുത്ത ആഴ്ച മുതൽ തന്നെ നമുക്ക് ഈ തുക അക്കൗണ്ടുകളിലേക്ക് തീർച്ചയായിട്ടും വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വന്നിട്ടുള്ളതിനാൽ തന്നെ ഈ രീതിയിലുള്ള വിവിധ സ്കീമുകളിലേക്ക് പുതുതായിട്ട് അപേക്ഷകളൊക്കെ തന്നെ സമർപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കൈപ്പറ്റുന്നതിനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. BPL, AY അതോടൊപ്പം തന്നെ APL വിഭാഗങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമായിട്ട് മെയ് മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ റേഷൻ കൈപ്പറ്റാത്തവർ ഈ ആനുകൂല്യങ്ങൾ എത്രയും വേഗം തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ 15-ാം തീയതി വരെ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ അത് ഒരുമിച്ച് വാങ്ങാനുള്ള ഒരു സുവർണാവസരം ഉണ്ടായിരുന്നു. എന്നാൽ 15-ാം തീയതിക്ക് ശേഷം ഇപ്പോൾ മെയ് മാസത്തിലെ റേഷൻ വിഹിതം മാത്രമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കുന്നത് മുൻഗണനാ കാർഡുകളുടെയൊക്കെ തന്നെ പ്രയോറിറ്റി ആ ഒരു പദവി നഷ്ടമാകുന്നതിന് കാരണമായേക്കാം. മുൻഗണനാ കാർഡുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റാതിരിക്കുന്നത് ആ കാർഡുകളുടെയൊക്കെ തന്നെ മുൻഗണന ചോദ്യം ചെയ്യപ്പെടാനായിട്ട് ഇടയാക്കും. തുടർച്ചയായിട്ട് 3 മാസത്തിലധികമായിട്ട് റേഷൻ വാങ്ങാത്തവരുടെയൊക്കെ തന്നെ കാർഡുകൾ അത് കൃത്യമായി തന്നെ പരിശോധിച്ച് പിടിച്ചെടുക്കുന്നതിനായിട്ട് നിയമപരമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് എന്നുള്ള കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ അവർ എത്രയും വേഗം തന്നെ അത് കൈപ്പറ്റുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് തുടരുകയാണ്. അതേസമയം വ്യത്യസ്ത നിരക്കുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ബുധനാഴ്ച മെയ് 20-ാം തീയതി ഇരു വിഭാഗത്തിനും 22 കാരറ്റ് സ്വർണ്ണത്തിന് ഒരേ നിരക്കുകളാണ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 140 രൂപ കൂടി 14,515 രൂപയും പവന് 1,120 രൂപ കൂടി 1,16,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.